അപ്പോൾ മൈൻഡ് സെറ്റ് റിച്ച് ആണോ പുവറാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ സാമ്പത്തിക ഡെവലപ്മെൻറ്റ്സ്. നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും തൊഴിലാണെങ്കിലും അതിലെല്ലാം ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പം നമുക്കുള്ള വരുമാനം കൂടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഫിനാൻഷ്യലി ഗ്രാഫ് സ്കെയിലിൽ വേരിയേഷൻ വരും എന്ന് കരുതി നമുക്ക് കുത്തനെ താഴത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പൂർ മൈൻഡ് സെറ്റ് ഭൂരിപക്ഷം ആൾക്കാർക്കും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പാരമ്പര്യം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റുള്ള മനുഷ്യരുടെ തെറ്റായ കണ്ടീഷനിങ് കൊണ്ടും ദരിദ്രൻ്റെ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് ആൾക്കാർ ജനിച്ച് ജീവിച്ച് വളർന്ന് ലൈഫിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ അവൻ്റെ മനസ്സിൽ വളരെയധികം ആഗ്രഹം ഉണ്ടാവും സമ്പന്നനാവുമെന്ന്, സാമ്പത്തികമായിട്ടൊരു ഡെവലപ്മെൻറ്റ്സ് വരുമെന്ന്, കുറേയധികം ആഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നടക്കണമെന്ന്, അത് പണം മുടക്കി വാങ്ങുന്ന നിരവധി ആഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്കുണ്ടാവും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ നടന്നില്ലെങ്കിലും ഒരു 50% നടക്കണം. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്